ആ മനുഷ്യനോട് അല്ലാഹു തആല പഠിച്ചു വളരാനാണ് പറയുന്നത്. ഇഖ്റ വറബ്ബുകൽ അക്രം, നീ വീണ്ടും വായിക്കണം, നിന്റെ റബ്ബ് അൽ അക്രമു, ബഹുമാനം നൽകുന്നവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. നല്ലോണം വായനാശേഷിയുള്ള, വായിക്കാൻ കൗതുകമുള്ള, ബുദ്ധിയുള്ള ആളുകൾക്ക് അല്ലാഹു ബഹുമാനം നൽകുന്നു. പഠിക്കാൻ വാസനയുള്ള ആളുകൾക്ക് അല്ലാഹു ബഹുമാനം നൽകുന്നു. അല്ലെ? പഠിക്കാൻ വാസനയുള്ള, വായിക്കാൻ വാസനയുള്ള ആൾക്കാർ, ഒരു ചെറിയ കണ്ണ് കാണാത്ത, ശരീരത്തിന് വൈകല്യമുള്ള ഒരു കുട്ടിയുടെ വാർത്ത നിങ്ങൾ അടുത്ത് കേട്ടില്ലേ? ദുബൈയിൽ താമസിക്കുന്ന തമിഴ്നാട്ടിലെ കുടുംബത്തിലെ ചെറിയ കുട്ടി, ഖുർആൻ ഓതുന്ന ഒരു കുട്ടി, വൈകല്യങ്ങളുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അല്ലാഹു തആല നൽകിയ കഴിവെന്തുകൊണ്ടാണ്? റമദാൻ മാസത്തിൽ പള്ളിയിൽ നിന്ന് ഉസ്താദ് തറാവീഹിന് ഇങ്ങനെ നല്ല ഈണത്തില് ഖുർആന് ഖത്മു തീർക്കുന്ന ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഓതുമ്പോ ഈ കുട്ടി വീട്ടിന്റെ അടുത്തുനിന്ന് ശ്രദ്ധിച്ച് അതേ മോഡലിൽ ഓതാണ്, വായിക്കാം. അപ്പൊ വാപ്പക്കും ഉമ്മക്കും മനസ്സിലായി ഈ കുട്ടിക്ക് ഖുർആനിനോട് നല്ല വാസന ഉണ്ട്. അപ്പൊ അവര് യൂട്യൂബിലൂടെ, മൊബൈലിലൂടെ ഖുർആൻ കേൾപ്പിച്ചപ്പോ കുട്ടി ശരിക്കതാ ഓതുന്നു. ആ ഓത്ത് കേട്ടാ നമ്മൾ അമ്പരന്ന് പോകും. ആ കുട്ടിക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എന്തൊരു മുതലാണ് അല്ലാഹു അവർക്ക് കൊടുത്ത്. സംസാരശേഷി സാധാരണ പോലെ സംസാരിക്കാൻ കഴിയൂല, കണ്ണിന്റെ കാഴ്ച നേർക്കുനേരെ ഇല്ല, ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വൈകല്യങ്ങളുണ്ട്, കൈയും കാലും നേരത്തെ ചലിച്ച് നടക്കാൻ കഴിയൂല. പക്ഷെ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ബഹുമാനം, ഇഖ്റ വറബ്ബുകൽ അക്രം, നീ വായിക്കണം, ഓതണം, റബ്ബ് നിനക്ക് ബഹുമാനം തരും, നിനക്ക് ആദരവ് തരും. ആദരവ് തരാനുള്ള പ്രധാനപ്പെട്ട കാരണം വായിക്കന്നെ ബഹുമാനം തന്നെ. ബഹുമാനം കൊണ്ടല്ലേ ആദരവൊക്കെ കിട്ടുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ പഠനം നടത്തിയിട്ട് പിന്നെ മദീനത്തേക്ക് പോയി. ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഓതാൻ വേണ്ടി പോയി. പ്രാരാബ്ധത്തിൽ ജീവിച്ച മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അത്ര പ്രാരാബ്ധമൊന്നും നമ്മൾ ആരും കണ്ടിട്ടേ ഇല്ല. നമ്മളെ ബാപ്പപ്പാപ്പമാരൊന്നും ആ ഒരു പ്രാരാബ്ധം കണ്ടിട്ടില്ല. ഒന്ന് എഴുതാൻ പേപ്പറും പേനയും കയ്യിൽ കിട്ടാത്ത തരത്തിലുള്ള ഒരു വിഷമം ആലോചിച്ചു നോക്കി. പഠിക്കാൻ ഉപകരണങ്ങളൊന്നുമില്ല, പേനയും പേപ്പറും കൂടി വാങ്ങാനുള്ള അവസ്ഥ അല്ല. പക്ഷെ പഠിക്കാനുള്ള മോഹം, വായിക്കാനുള്ള മോഹം കൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലാഹു ഇൽമിന്റെ ബഹുമാനം നൽകി. ഉമ്മമാരെ കുട്ടികളുടെ വാസന അനുസരിച്ച് അവരെ പഠനത്തിൽ വല്ലാതെ മികവോടെ വളർത്തിക്കൊണ്ടുവരണം. എഴുതുന്ന ചിത്രങ്ങൾക്ക് നല്ല ഭാവങ്ങൾ കൊടുക്കണം. വരക്കുന്ന വരകളും അക്ഷരങ്ങളെയും നല്ല സൗന്ദര്യത്തോടെ, ആകർഷണീയതോടെ കണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അവര് ആ എന്ന് എഴുതുമ്പോ ഇങ്ങനെയല്ല എഴുതുക എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും, നീ എഴുതിയത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ എഴുതിയാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും എന്ന് പറയണം. ഞാൻ എന്ത് എഴുതിയാലും എന്റെ വാപ്പിയും തെറ്റെന്നേ പറയുള്ളൂ, അതുകൊണ്ട് ഞാൻ എഴുതണില്ല. ഒരു കുട്ടി അങ്ങനെ തീരുമാനിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ലേ? പിന്നെ നമ്മൾ ഏത് ഡോക്ടറെടുത്താ കൊണ്ടുപോവുക? കുസൃതിയുള്ള കുട്ടി തീരുമാനിച്ചു ഞാൻ എഴുതണില്ല. എന്താ നീ എഴുതാത്തത്? ഞാൻ ഇന്നലെ എഴുതിയത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, മിനിയാന്ന് എഴുതിയതും പറഞ്ഞ തെറ്റാണ്, കഴിഞ്ഞ ആഴ്ച ഇതും തെറ്റാണ്, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് എഴുതിയിട്ട് ശരിയെന്ന് പറഞ്ഞു. ഒരു ശരി ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? അപ്പൊ ആ കുട്ടി വളരും. ഇന്ന് ഞാൻ എഴുതിയത് ശരിയാന്ന് ഉപ്പ പറഞ്ഞു, ഞാൻ ഒന്നും കൂടി എഴുതാം. കുട്ടിക്ക് പ്രചോദനം. മോനെ ഭക്ഷണം കഴിച്ചാൽ കുറച്ചുകൂടി എഴുതാണ്ട്. ആ കുട്ടീന്റെ മനസ്സിൽ വായിക്കാനുള്ള മോഹം പിന്നെയും പിന്നെയും വളർന്നു വരാണ്. അങ്ങനെ ആ വരുന്ന കുട്ടി പിന്നെ ഈ തെറ്റുകളൊക്കെ മാറ്റിയിട്ട് നല്ല എഴുത്ത് എഴുതാൻ തുടങ്ങി, വളരാനും ഉയരാനും തുടങ്ങി. ഒരു ഉപകരണങ്ങളും ഇല്ലാതെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിക്കാൻ പോകുമ്പോ എഴുതാൻ ഉപയോഗിക്കുന്നത് പച്ചിലയാണ്. എഴുതാൻ ഉപയോഗിക്കുന്ന പച്ചിലക്ക് നിറം പകരാൻ കൊണ്ടുപോകുന്നത് എല്ലിൻ കഷ്ണങ്ങളാണ്, മരക്കഷ്ണങ്ങളാണ്, തോലിൻ കഷ്ണങ്ങളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ 2 കൊട്ടയേറ്റിട്ടാ പോകുന്നത്. മുന്തിരിയല്ല, ഈത്തപ്പഴമല്ല, ഇൽമു എഴുതി വെച്ച ശേഖരങ്ങളാണ്. മരക്കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങളിലും എഴുതി വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്, ഇൽമിനോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് ആ മഹാനുഭാവൻ അല്ലാഹു തആല കൊടുത്ത ആദരവ് ചെറുതല്ല. അതുകൊണ്ടല്ലേ
മദീനയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലെത്തിയപ്പോ അസ്റിന്റെ സമയമായിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സദസ്സിൽ അവിടെ പങ്കെടുത്തപ്പോ മുതഅല്ലിമീങ്ങൾ ചുറ്റും ഇരുന്നിട്ട് ഹദീസ് കേൾക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനത്തോടെ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഹദീസ് പറയുമ്പോ സദസ്സിന്റെ പിറകിൽ ഇരിക്കുന്ന ലക്ഷണമൊത്ത ഒരു കുട്ടി ഇടക്കിടക്ക് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നോക്കുന്നുണ്ട്. വിരല് നാവിലേക്ക് വെച്ച് ഉമിനീര് കൊണ്ട് കയ്യിൽ ഇങ്ങനെ എന്തോ വരച്ചു കൂട്ടുന്നത് കാണുന്നുണ്ട്. ഓരോ ഹദീസും പറയുമ്പോ ഇടക്കിടക്ക് കുട്ടിയിലേക്ക് നോക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കുട്ടി കളിക്കുകയാണോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു. ഹദീസിന്റെ ക്ലാസ് കഴിഞ്ഞ് ശിഷ്യന്മാർ അവിടെ നിന്ന് മാറിയപ്പോ നേരെ ചെന്നിരുന്ന് സലാം പറഞ്ഞു. സലാം മടക്കിയപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഷാഫി ഇമാം തങ്ങളോട്, അമക്കിയുൻ അന്താ, മക്കയിൽ താമസിച്ചു വരുന്ന ആളാണോ? അതെ. ഹറമിയുൻ അന്താ, മക്കയിൽ തന്നെ ഹറമിൽ താമസിച്ചു വരുന്ന ആളാണോ? അതെ. മക്കയിൽ ഹറമിൽ പെട്ട സ്ഥലവും അല്ലാത്ത സ്ഥലവും ഉണ്ട്. മക്കക്കാരനാണോ എന്ന് ആദ്യം ചോദിച്ചത്. അതെ. ഹറം നിവാസിയാണോ? അതെ. ഖുറശിയുൻ അന്താ, ഖുറൈശ് തറവാട്ടിൽ ജനിച്ച ആളാണോ? അതെ. എന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണുമ്പോഴേക്ക് ചോദിക്കുകയാണ്. ചോദിച്ച് വിവരങ്ങൾ ഇങ്ങോട്ട് അതെ അതെ എന്ന് പറയുമ്പോ, മോനെ എല്ലാ ഗുണങ്ങളും ഒത്തിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ഹദീസ് ഓതിക്കൊടുക്കുമ്പോ പിറകിൽ നിന്നിട്ട് ഉമിനീര് കൊണ്ട് കളിക്കുന്നത് കണ്ടല്ലോ. വികാര നിർഭരരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്താദേ, മുന്നിരിക്കുന്ന ശിഷ്യന്മാർക്ക് പേനയുണ്ട്, അവർക്ക് പേപ്പറുണ്ട്. ഇത്രയും കാലം ഈ കൈകൊണ്ടൊരു പേന ഞാൻ പിടിച്ചിട്ടില്ല, ഒരു പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരല് അത് ഞാനൊരു പേനയാക്കി വെച്ചു, ഉമിനീര് മഷിയാക്കി വെച്ചു, ഇടത്തെ കൈ എഴുതാനുള്ളൊരു പലകയാക്കി വെച്ചു. എന്നിട്ട് ഈ കയ്യിൽ ഞാൻ ഇങ്ങനെ എഴുതുകയായിരുന്നു. എവിടെ കൈ ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇതിൽ എഴുതിയതൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു തമാശക്ക്. ഞാൻ അവിടെ എഴുതും, എന്റെ ഖൽബിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, വായിക്കണം. ആ വായനയിലൂടെ വീണ്ടും വീണ്ടും അല്ലാഹു ആദരവ് തരും, അല്ലാഹു ബഹുമാനം തരും. ഷാഫി ഇമാം തങ്ങളോട് ഉസ്താദ് പറയുന്നു, മാലിക് ഇമാം തങ്ങള്, ഞാൻ ഇവിടെ ഓതിയ ഹദീസുകളൊക്കെ നിങ്ങൾ കേട്ടോ? കയ്യിലെഴുതി എന്നല്ലേ പറഞ്ഞു, കയ്യിലെഴുതിയപ്പോ മനസ്സിലെഴുതി എന്നല്ലേ പറഞ്ഞത്? എഴുതിയിട്ടുണ്ട് ഉസ്താദേ. എന്നാലൊന്ന് ചൊല്ലൂ, ഞാൻ കേൾക്കട്ടെ. അന്നവിടെ ഓതിക്കൊടുത്ത 25 ഹദീസ് ഒന്നും വിടാതെ, സനദ് വിടാതെ, മത്തിന് ഒഴിവാക്കാതെ മുഴുവനും ചൊല്ലിക്കൊടുത്തു. പഠിക്കാനുള്ള വായിക്കാനുള്ള അഭിനിവേശം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആദരവാണ്, ബഹുമാനമാണ്. ഈ 25 ഹദീസും കേട്ടപ്പോ ഉസ്താദിന് വലിയ സന്തോഷമായി. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് സൽക്കരിക്കാൻ വേണ്ടി. ചോദിക്കുന്നു, മോനെ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് കുട്ടി? ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയിട്ടുണ്ട്. പിന്നെയോ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഒരു കിതാബ് മനപ്പാഠമാക്കിയിട്ടുണ്ട്. കിതാബ് മോന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഞാനൊരു സ്ഥലത്ത് ലൈബ്രറിയിൽ മുവത്ത എന്ന കിതാബിന്റെ പകർത്തി എഴുതിയ കോപ്പി ഞാൻ കണ്ടപ്പോൾ അവിടുന്ന് എടുത്ത് ഞാൻ അങ്ങ് വായിച്ചു. വായിക്കാനുള്ള എന്റെ മോഹം വർദ്ധിച്ചപ്പോ മുഴുവനും ഞാൻ അങ്ങ് കാണാതെ പഠിച്ചു. ഇത് പറയുന്നത് മുവത്ത എഴുതിയ ഇമാം മാലിക് തങ്ങളോടാണ്. ശിഷ്യനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുവത്ത മുഴുവനും കാണാതെ പഠിച്ചു എന്ന് കേട്ടപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം എത്രയാണ്. പിന്നെ മുവത്ത ഓതാൻ വരുന്നവരോട് മുഴുവനും പറയുന്നത്, ആ ഖുറൈശി കുട്ടിയില്ലേ, ആ ഖുറൈശി കുട്ടി മുവത്ത ഓതിത്തരും, അവിടുന്ന് ഓതിക്കോളൂ, അവിടുന്ന് വായിച്ചോളൂ, എന്റെ വക്കൽ നിന്ന് ഓതിക്കോളണമെന്നില്ല. ശിഷ്യന്മാർക്കിടയിൽ ദർസ് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വരുന്ന ആളുകളോട് മുവത്ത ഓതാൻ വേണ്ടി ഇമാം ഷാഫി തങ്ങളിലേക്ക് വിടുമ്പോ
അള്ളാഹു കൊടുത്ത ആദരവും ബഹുമാനവും ഖിറാഅത്തിന്റെ പേരിലാണ്, വായനയുടെ പേരിലാണ്. ലോകത്ത് ഇന്നും ഒരു മനുഷ്യന് ഉയരണോ, വളരണോ, ബഹുമാനം വേണോ, ഇഖ്റ വറബ്ബുകൽ അക്രം, ഖുർആൻ ഓതിക്കോളൂ, ഖുർആൻ പഠിച്ചോളൂ, അള്ളാഹു വലിയ ബഹുമാനം നൽകും. ഖുർആനിന്റെ വിവക്ഷകൾ പഠിച്ചോളൂ. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ് സഹോദരങ്ങളെ സയൻസ് എന്ന് പറയുന്ന ലോകം. ഖുർആനിന്റെ വിശദീകരണങ്ങളാണ്, ഖുർആനിന്റെ വിവക്ഷകളാണ് ബാക്കി എല്ലാ ഇൽമുകളും. ലോകത്ത് പഠിക്കുന്ന എല്ലാ തരം ഇൽമുകളും ഖുർആനിന്റെ വിശദീകരണങ്ങളാണ്. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ച എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ജോലി അള്ളാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ചു, അല്ലേ? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജോലി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജിന്നുകളുടെ ജോലി, അതൊക്കെ ഇപ്പൊ തൊഴിലായിട്ട് എടുക്കുന്ന ആൾക്കാർ തൊഴിലായിട്ട് എടുക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ജോലി എന്തായിരുന്നു? നല്ല 1 നമ്പർ ആശാരിപ്പണിയായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന് പണിക്ക് അല്ലാഹു എളുപ്പം കൊടുത്തതുപോലെ നല്ല വിദ്യ നിങ്ങൾ പഠിക്കണം. വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ നമ്മൾ മഹാനവറുകൾക്ക് മയപ്പെടുത്തി കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാം ഇരുമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടുന്നത്. നമ്മൾ ഇങ്ങനെ പിടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കൈ പൊട്ടിപ്പോവും. നമുക്ക് ഉപകരണം വേണം. അപ്പൊ ആ ഉപകരണം ഉണ്ടാക്കാനുള്ള ബുദ്ധി വേണം. അല്ലാഹു തആല ഓർമ്മപ്പെടുത്താണ്, ഈ പണികളൊക്കെ എടുക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ജിന്നുകളെ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം പണിയെടുത്തത്? യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വ തമാതീല വ ജിഫാനിൻ കൽ ജവാബി വ ഖുദൂരിർ റാസിയാത്. ആ ജിന്നുകൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നിർമ്മിച്ചു കൊടുക്കുന്നു. തമാസീല, കാണാൻ പറ്റുന്ന നല്ല ചുറുക്കുള്ള ചൊങ്കുള്ള രൂപങ്ങള്, മരത്തിന്റെ നല്ല നിർമ്മാണ രൂപങ്ങൾ, വീടുകളുടെ നല്ല രൂപങ്ങൾ. അതല്ലേ എഞ്ചിനീയറിംഗ് അല്ലേ? പിന്നെന്താ എഞ്ചിനീയറിംഗ്? ഈ രൂപങ്ങൾ വരച്ച് കൃത്യാക്കാന്നല്ലേ? ഇത്ര പാസേജ്, ഇത്ര 10:10, ഇത്ര 12:10 തമാസീൽ ഉണ്ടില്ലേ? ഈ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ജിന്നുകൾ കൊണ്ടുപോയി സുലൈമാൻ നബി അലൈഹിസ്സലാം അങ്ങനെ കൗതുകത്തോട് നോക്കി. എന്തൊരു ചൊറുക്ക്! വീടുകളുടെ രൂപകൽപ്പന, കെട്ടിടങ്ങളുടെ രൂപകൽപ്പനകൾ, അതുപോലെ തന്നെ ആ കെട്ടികൾക്ക് മുമ്പുള്ള പൂന്തോട്ടങ്ങൾ, മുറ്റങ്ങൾ, അതിലേക്കുള്ള വഴികൾ ഒക്കെ അവർ നിർമ്മിച്ചുകൊണ്ടേ കൊടുക്കാൻ. നല്ല കാണാൻ നല്ല ചൊമ്പു ചോർക്കുള്ള രൂപങ്ങൾ. ഒരു കുട്ടി, ആ കുട്ടി കരകൗശല വിദ്യ പഠിച്ചു ഉയർന്നാൽ ആ കുട്ടി മാർക്ക് നേടൂലേ? പഠിക്കണം, എഴുത്ത് പഠിക്കണം. ആ എഴുത്ത് തന്നെ വിവിധ രൂപത്തിൽ എഴുതാൻ പറ്റും. അറബിക്ക് ഒരു ഖത്ത് മാത്രമാണോ? അല്ല. ഒരു ശൈലി മാത്രമാണോ അറബിക്കുള്ളത്? അല്ല, വ്യത്യസ്ത ശൈലികളിൽ എഴുതാം. ഉയർന്ന ശൈലിയിൽ എഴുതി കാലിഗ്രാഫ് നേടുന്ന കുട്ടി ഉയർന്ന സ്റ്റാൻഡിങ്ങിലെത്തും. മിൻ മഹാരീബ്, വലിയ വലിയ മിഹ്റാബുകൾ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വരുമ്പോ ഇരിക്കാനും ജനങ്ങൾക്ക് വിധി പറയാനും പറ്റുന്ന വിശാലമായ സൗകര്യമുള്ള സ്ഥലങ്ങൾ. നല്ല നല്ല ടാങ്കുകൾ, വലിയ വലിയ പാത്രങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. വലിയ വലിയ വെള്ള ടാങ്കുകൾ. പൊട്ടാത്ത തരം ചട്ടികൾ. പഠിക്കണ്ടേ? ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ലോകത്ത് ജനങ്ങൾക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കാൻ. ഖുർആൻ എല്ലാം പഠിപ്പിക്കാൻ, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നു. ഖുർആനിന് മുന്നിൽ ശാസ്ത്രം നമിച്ചു പോവുകയാണ്. ഒരു കാലത്ത് ശാസ്ത്രം പറഞ്ഞിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയും. എന്താ പറഞ്ഞിരുന്നത്? ഈ ഭൂമിക്കൊരു അവസാനമില്ല, ഈ ഭൂമിക്കൊരു നിലനിൽപ്പ് ഇങ്ങനെ നിലനിന്ന് കൊണ്ടുപോകും. സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടുപോകും. ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട്, ഓരോ വർഷവും സൂര്യന് താപനില കൂടി വരികയാണ്. അത് സൂര്യന്റെ അവസാനത്തിലേക്കുള്ള ലക്ഷണമാണ്. നമ്മൾ ഇവിടെ ഓതുന്നുണ്ട്, മറക്കരുത്. ഇദ ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉഖ്തിലത് വഇദൽ ലുഹൂഷു ഹുശിറത് വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുവ്വിജത്. നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതുകയാണ്. ഇദ ശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ട സന്ദർഭം വന്നാൽ
ഒന്നാമത്തെ ഊത്തിന് മുമ്പ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകാവസാനത്തിന്റെ ഭാഗമായി ഒരു ഊത്തോതും. ആദ്യത്തെ ഊത്ത് വല്ലാത്തൊരു പ്രകമ്പനം ലോകത്ത് കൊള്ളുന്ന രൂപമാണത്. ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അദീം. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്ന ഒരു മഹാഭൂചലനമുണ്ട്. അതിപ്പോൾ നമ്മൾ സമീപത്ത് തുർക്കിയിലും മറ്റും കേട്ടതുപോലെയല്ല, അതിഭീകരമാണ്. ശൈഉൻ അദീം, ഭയാനകമായ സംഭവമാണ്. അന്നത്തെ ഭൂചലനം കാണുന്ന സമയത്ത് തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടുന്ന സ്ത്രീകള്, മുല കുടിക്കുന്ന കുട്ടികൾക്ക് മുലയൂട്ടാൻ മറന്നുപോകും. അതിനു മാത്രം അവർ പരിഭ്രാന്തരായി പോകും. വതറന്നാസ സുകാറാ, ജനങ്ങൾ മുഴുവനും ലഹരി ബാധിച്ചവരെ പോലെ കാണും. ആരും നേർക്ക് നേരെ നടക്കുന്നില്ല. വലത്തോട്ടും ഇടത്തോട്ടും തെറ്റിയിട്ടും ചാഞ്ഞിട്ടൊക്കെ നടക്കുന്നു. കള്ള് കുടിച്ച് മസ്തായിട്ടാണോ? വമാഹും ബിസുകാറാ, യഥാർത്ഥത്തിൽ അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല, മസ്താന്മാരല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്. ലോകത്തിന് വരാനിരിക്കുന്ന ഭൂചലനമാണ്. ഇപ്പൊ നടന്ന ഭൂചലനമല്ല, അതിഭീകരമായ ഭൂചലനം ഇനി ലോകത്ത് വരാനുണ്ട്. അതിസങ്കീർണമായ ചലനം ലോകത്ത് വരാനുണ്ട്. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ മുഴുവനും പരിഭ്രമിച്ചു പോകും. അന്നെല്ലാ മനുഷ്യന്മാരും കുടുങ്ങിപ്പോകും. ഈ ആയത്തിറങ്ങിയ സന്ദർഭം സ്വഹാബത്ത് വല്ലാതെ പേടിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെ പരിണാമത്തിന്റെ അവസ്ഥ പറഞ്ഞപ്പോ ഒന്നാമത്തെ ഊത്ത് ലോകത്ത് നടക്കുന്നതിന്റെ മുമ്പ് 6 സംഭവങ്ങൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ടാൽ കത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യന്റെ താപനില വർഷാവർഷം കൂടിക്കൂടി വരുന്നു. വർഷാവർഷം കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അതിനൊരു അവസാനം ഉണ്ട് എന്നാണ് ഇപ്പൊ ശാസ്ത്രലോകം പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഈ സൂര്യൻ അങ്ങനെ സദാസമയത്തും ചലിച്ചുകൊണ്ടേയിരിക്കും. സൂര്യനെ ഭൂമിയെ സൂര്യനും അങ്ങനെ വലയം ചെയ്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇല്ല, ചലിക്കുന്നതിനൊക്കെ അവസാനമുണ്ട് അല്ലേ? ചലിക്കുന്ന എല്ലാറ്റിനും അവസാനമുണ്ട്. നമ്മൾ ഖുർആനിൽ ആവർത്തിച്ചു ഓതില്ലേ? ഖുർആൻ നമ്മളെ പഠിപ്പിക്കല്ലേ? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും കണക്കനുസരിച്ചേ ചലിക്കൂ. കണക്ക് കഴിഞ്ഞു പോയാൽ അതിന്റെ ചലനം നിലച്ചു പോകും. അതിന്റെ ഉദയവും അസ്തമയവും മാറിപ്പോകും. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ സഞ്ചരിക്കുന്നു, ചലിക്കുന്നു. സൂര്യൻ ചലിക്കുന്നില്ല എന്നൊരു കാലത്ത് പറഞ്ഞിരുന്നു. ഭൂമി മാത്രമാണ് വലയം വെക്കുന്നത്. സൂര്യൻ അതിനനുസരിച്ച് നിന്നു കൊടുക്കുകയാണ്. മാറ്റി പറഞ്ഞു വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിലൂടെ അതിന്റെ കേന്ദ്രീകൃത സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എവിടെയാണ് അതിന്റെ മുസ്തഖർ? അതിന്റെ കേന്ദ്രം എവിടെയാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുസ്തഖറുഹാ തഹ്തൽ അർശ്. അതിന്റെ കേന്ദ്രം അർശിന്റെ ചുവട്ടിലാണ്. ആ മുസ്തഖറിലേക്ക് സൂര്യൻ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വർഷത്തിൽ സൂര്യന് 2 രൂപത്തിലുള്ള ചലനമുണ്ട്. ഒരേ രൂപത്തിലുള്ള ചലനമല്ല. എന്നും കറങ്ങുന്ന റൂട്ട് ഒരേ റൂട്ടാണോ? അല്ല. അല്ലാഹു തആല വ്യത്യസ്ത റൂട്ടുകൾ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടുന്നില്ലേ? നിങ്ങളെ വീട്ടിൽ പോയി നോക്കൂ. 6 മാസക്കാലം ഒരു ജനവാതിലിന്റെ ഭാഗത്തിലൂടെ വെയിലങ്ങനെ അല്ലെ? അടുത്ത 6 മാസം വെയിൽ അങ്ങോട്ട് വരുന്നില്ല. എന്താ വരാത്ത? അവിടെ മരം കുഴിച്ചിട്ടാ? അല്ല. എന്തോ പന്തല് കെട്ടിട്ടാ? അല്ല. ഇതിന്റെ റൂട്ട് മാറിയിട്ടുണ്ട്. റൂട്ട് മാറിയിട്ടുണ്ട്. ഇത് ചലിച്ചുകൊണ്ടിരിക്കാം. ഈ ചലിക്കുന്നതിന് അവസാനമുണ്ട്. ഇപ്പൊ പറയുന്നു അവസാനമുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചുണർത്തുന്നു. ഇദശംസു കുവ്വിറത്. ഇബ്നു കസീർ പറയുന്നുണ്ട് ആയത്തുകൾ വിശദീകരിച്ചിട്ട്, സൂറത്തു തക്വീറിന്റെ ആ ചിത്രം ഇങ്ങനെ പഠിക്കുമ്പോ ശരിക്കും ഖിയാമത്ത് നാൾ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സൂറത്തു തക്വീർ ഓതി പഠിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഞാനത് വിശദമായി വിശദീകരിക്കുന്നില്ല, നല്ലോണം പഠിക്കേണ്ട ഒരു വിഷയമാണത്. ഇദശംസു കുവ്വിറത്. എങ്ങനെയാണ് സൂര്യഗോളം ചുരുട്ടപ്പെടുക?
ഈ കാണുന്ന സൂര്യഗോളം എങ്ങനെ ചുരുട്ടപ്പെടും? ഹാഫിദ് ഇബ്നു കസീർ പറയുന്നു, ആളുകൾ അങ്ങാടിയിൽ രാവിലെ കടകളൊക്കെ തുറന്ന് വീടുകളൊക്കെ സജീവമായി കടകളിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ വന്ന് സജീവമായി നിൽക്കുന്ന സമയം പെട്ടെന്ന് സൂര്യഗോളം അങ്ങോട്ട് കെട്ടുപോയി. ലോകത്തെ അവസ്ഥ എന്തായിരിക്കും? പരിഭ്രമിക്കൂലേ? പേടിക്കൂലേ? അങ്ങനെ പേടിച്ച് വിഷമിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് ഓടാണ്. കാരണം വീടാണല്ലോ ഒരു അഭയകേന്ദ്രം. വീട്ടിലേക്ക് ഓടുന്ന ഉറപ്പല്ലേ? വീട്ടിലേക്ക് അങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് ഓടുന്ന ആളുകൾ പേടിച്ച് വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ വരുന്നു. ആളെ കാണാതെ പിന്നും വീട്ടിലേക്ക് ഓടുന്നു. കാരണം നക്ഷത്രങ്ങൾ അതും സഞ്ചാരമുള്ളതാണ്, അതിനും അവസാനമുണ്ട്. അതിന്റെ പ്രകാശ കിരണങ്ങൾ അസ്തമിച്ച ശേഷം ഭൂമിയിലേക്ക് ആപതിക്കുന്നു. ഭൂമിയിലേക്ക് വീണിട്ട് ഭൂമിയിൽ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ്, മീറ്റർ കണക്കിന് ആഴത്തിൽ ഗർത്തങ്ങൾ വരുന്നു. നക്ഷത്രങ്ങൾ താഴോട്ട് വീണുപോയാൽ എത്ര നക്ഷത്രത്തിന്റെ വലുപ്പം? അത് ഉസ്താദെ കുട്ടികൾ വരയ്ക്കുന്ന ആ സ്റ്റാർ അത്രയേ ഉള്ളൂ. അങ്ങനെ എന്നാ പിന്നെ അതേപോലെ വിമാനം വരച്ച വിമാനം അത്രയെന്ന് പറയണ്ടേ? വിമാനം അത്രയേ ഉള്ളൂ. നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാവുന്ന കിലോമീറ്റർ കുറച്ച് അപ്പുറത്തേക്ക് ഉയർന്നപ്പോഴേക്ക് വിമാനം ചെറുതായി അല്ലേ? നമ്മളെ നഗ്നനേത്രങ്ങളെ കൊണ്ട് എത്രയോ കോടികൾ കിലോമീറ്റർ അപ്പുറത്തേക്ക് വരക്കണം നക്ഷത്രങ്ങൾ ഉദിക്കുന്ന കേന്ദ്രത്തിലേക്ക്. അപ്പൊ നമുക്കതൊരു പുള്ളിയായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ സത്യത്തിൽ നക്ഷത്രത്തിന്റെ വലുപ്പം ഈ ദുനിയാവിനേക്കാളും വലിയ വലുപ്പമുണ്ട് എന്നാണ്. ഒരു നക്ഷത്രം വീണ് കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുന്ന ഗർത്തം എത്ര വലുതാണ്! അത് ഇന്ത്യ അണുബോംബ് പൊക്രാനിൽ പൊട്ടിച്ച പോലെ ആവൂലത്. അതിലപ്പുറം ഗർത്തങ്ങൾ ഉണ്ടാകും. പ്രകാശ കിരണങ്ങളൊക്കെ അസ്തമിച്ചിട്ടാണ് താഴോട്ട് വീഴുന്നത്. അപ്പൊ അങ്ങാടി വിട്ട് പുറേ പോകുന്ന ആള് അയാളെ മുന്നിൽ നക്ഷത്രം വീണാൽ അയാളൊക്കെ അങ്ങോട്ട് പോകുമോ? തിരിച്ചയാൾ അങ്ങാടിയിലേക്ക് വരികയാണ്, ആരും കാണുന്നില്ല. പിന്നെയും വീട്ടിലേക്ക് പോവുകയാണ്. വൈദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങൾ മുഴുവനും സഞ്ചരിക്കപ്പെട്ടാൽ പർവ്വതങ്ങൾ പല ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങാണ്. ഇയാൾ പോകുമ്പോ അയാൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ കുലുങ്ങാണോ പർവ്വതം കുലുങ്ങാണോ? മലകൾ ഇങ്ങനെ കുലുങ്ങുന്നു. കുന്നുകളൊക്കെ കുന്നുകൾ കുലുങ്ങിയിട്ട് താഴോട്ട് വീഴുന്നു. താഴ്ഭാഗങ്ങൾ മുകൾ ഭാഗങ്ങൾ വീണിട്ട് താഴ്ഭാഗങ്ങൾ നിരപ്പാകുന്നു. ഓരോ ഭാഗത്തും അതാ ഒരേ രൂപത്തിൽ ഒരേ ആകൃതിയിലുള്ള ഭൂമി വന്നു വരുന്നു. ഉയർന്ന സ്ഥലങ്ങളൊന്നും കാണുന്നില്ല, താഴോട്ട് വീണിട്ടുണ്ട്. നിരപ്പായിട്ട് മാത്രമാണ് കാണുന്നത്. ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ സ്ട്രൈറ്റ് ആയ സ്ഥലം കാണുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ പലതും നമുക്ക് കാണുന്നില്ല. പർവ്വതങ്ങളുടെ മറവാണ്. അന്ന് നോക്കുന്ന സമയത്ത് പർവ്വതങ്ങളുടെ തടസ്സങ്ങളില്ലാതെ വളരെ ദൂര ദിക്കിലേക്ക് നോക്കുകയാണ്. പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തെ പരിപാലിക്കാൻ ആളില്ലാതെ വന്നാൽ, പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകത്തിനെ പത്തും തികഞ്ഞാ നോക്കാൻ ആളുണ്ടാകും. കാരണം കുട്ടികൾ ലഭിക്കും, പാല് ലഭിക്കും. ഒട്ടകത്തിന്റെ പാലും ഒട്ടകത്തിന്റെ കുട്ടിക്കും നല്ല വില കൊടുത്ത് പിന്നെയും വിൽക്കാൻ പറ്റുമല്ലോ. പക്ഷേ പത്തും തികഞ്ഞു നിൽക്കുന്ന ഒട്ടകമാണ് ആർക്കും വേണ്ട. എല്ലാവരും ഭയചകിതരാണ്. കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, കാട്ടില് നക്ഷത്രങ്ങൾ വീണപ്പോ കാട്ടിലെ ആനയും പന്നിയും സിംഹവും ഒക്കെ, ഇബ്നു കസീർ പറയുന്നുണ്ട് തഫ്സീറില്, ഒരാൾ കടയിൽ നിന്ന് പുറേ പോയി നോക്കുമ്പോ പുറന്റെ ഒരു ഭാഗത്ത് സിംഹം, മറ്റൊരു ഭാഗത്ത് ആന, വേറെ ഭാഗത്ത് നരി, മറ്റേ ഭാഗത്ത് കുറുനരി. സത്യത്തിൽ പോയി നോക്കുമ്പോ ഏതെങ്കിലും ഒരു പ്രദർശനത്തിന് വെച്ച സ്ഥലങ്ങളില്ലേ, അവിടെ മൃഗശാല പോലെ എല്ലാം ഓരോ ഭാഗം. പക്ഷെ ഒന്നിനും ആക്രമിക്കാനുള്ള വാസനയില്ല. പേടിച്ചു ഒന്നും ചെയ്യുന്നില്ല. ആന അതിന്റെ തുമ്പി കൊണ്ട് പിടിക്കേ, വേറെന്തെങ്കിലും കടിക്കേ, പറിച്ചു കയറി ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഭയപ്പാടോടെ. കാട്ടിൽ നക്ഷത്രങ്ങൾ വീണപ്പോ കാട്ടിന്ന് പേടിച്ചവരെവിടെ എത്തി? നാട്ടിലെത്തി. ഇനി കൊടുക്ക പോകാനുള്ളത്? കാട് വിട്ട നാട്, നാട് വിട്ട കാടല്ല, വേറെ സ്ഥലമുണ്ടോ? ഈ രൂപത്തിൽ ചിത്രങ്ങൾ ഇങ്ങനെ നടക്കാണ് ഭൂമിയിൽ. അപ്പൊ പിന്നെ കാണുന്ന അതിഭയാനകമായ മറ്റൊന്നാണ്, ആറാമത്തെ ഒന്നാണ്, സമുദ്രങ്ങൾ മുഴുവനും കത്തിക്കപ്പെട്ടാൽ.
കൂടുതലുള്ള ഭാഗമല്ലേ സമുദ്രം, അത് മുഴുവനും കത്തുകയാണ്. കരയിലിരിക്കുന്ന മനുഷ്യന്മാരത് കാണുകയാണ്. ഈ വിറങ്ങലിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരൊറ്റ ഊത്തങ്ങ് മുടക്കുകയാണ്. മുഴുവനും മരിച്ചു വീഴുന്നു, ചരമമടഞ്ഞു പോകുന്നു. ഒരൊറ്റ ജീവനുള്ള വസ്തുക്കളോ അചേതന വസ്തുക്കളോ കാലിലോ മറ്റോ സഹായത്തോടെയോ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല. കെട്ടിടങ്ങളില്ല. സഹോദരങ്ങളെ, ഭൂചലനങ്ങളും മറ്റുമൊക്കെ ലോകത്ത് തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യന്റെ കഴിവത്ര കുറവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യരെ പ്രതിരോധിക്കാൻ കഴിയോ? അന്നുള്ള ആളുകൾക്ക് ഉപകരണങ്ങൾ വെച്ച് തടുക്കാൻ കഴിയോ? എന്താ തടുക്കാനാ? എവിടെ തടുക്കാൻ? കാട്ടിലുള്ള മൊത്തം നാട്ടിലേക്ക് വന്ന് എങ്ങനെ തടുക്കുക? ഒരൊറ്റ പുലി ഇറങ്ങിയാൽ തന്നെ തെരയുന്ന ആൾക്കാരടക്കം പേടിയിലാണ്. നാട്ടുകാർ ഏതായാലും പേടിയിലാണ്. തെരയാൻ ഏൽപ്പിക്കപ്പെട്ട കുറച്ച് മലക്കുകൾ ഉണ്ടല്ലോ നാട്ടിൽ, അവരടക്കം പേടിയിലാണ്. അവരും മനുഷ്യരാണ്, ഇവര് പേടിയിലാക്കോ? അവര് 4 ഭാഗം നോക്കണം. അവർക്ക് രാത്രി ഉറക്കം വരുന്നില്ല. കാവൽക്കാരായതുകൊണ്ട് ഉറക്കം വരാതൊക്കെ അല്ല, പേടിച്ചിട്ട് ഉറക്കം വരാതൊക്കെ. കാരണം ഈ പുലിനെ നോക്കാൻ അവരല്ലേ ഏൽപ്പിച്ചത്. ഒരു നാട്ടിലൊരു പുലി ഇറങ്ങിയെന്ന് കേട്ടാൽ തന്നെ എത്ര പേടിക്കും. അന്നത്തെ പുലിയും അന്നത്തെ സിംഹവും ഒക്കെ എത്രത്തോളം പേടിച്ച് അതിന്റെ അക്രമ വാസനകളൊക്കെ അവസാനിച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പേടിയെ പറ്റി ചിന്തിച്ചു നോക്കൂ. എത്രമാത്രം ഭയാനകമാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന, ശാസ്ത്ര ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന വിജ്ഞാന ശാഖകളിൽ ഇനിയും ഒരുപാട് പഠിക്കാനും എണ്ണാനുമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വിസ്മയങ്ങൾ എണ്ണി തീർക്കാൻ ആർക്കും കഴിയില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അത്ഭുതങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ ലോകത്താർക്കും കഴിയില്ല. എത്ര അധികം കേട്ടാലും മടുപ്പ് വരാത്ത ഒരു ശ്രുതി ഖുർആനിന് സ്വന്തമാണ്. ലോകത്ത് വേറെ എന്തെങ്കിലുണ്ടോ? ഒരു മദ്ഹ് പാട്ട് ഒരു കുട്ടി ഇവിടുന്ന് പാടിയാല് സദസ്സിന് ആൾക്കാർ പറയും, ഇന്നലെ പറഞ്ഞല്ലേ പാടി, ഇന്നും അതന്നെ, നാളെ പാട്. ആ കുട്ടി എന്നും ഒരു പാട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ഇന്നലെ ഓതി അതേ കാരി ഈണത്തിൽ ഒരു ഖുർആൻ ഓതി എങ്ങനെ പറയും? ആൾക്കാരെന്ത് പറയും? നല്ല രസമുണ്ട് കേൾക്കാൻ, നല്ല ഹരമുണ്ട്, നല്ല ഭംഗിയുണ്ട്. എത്ര വർഷമായ ഹറമിലെ ഇമാമിങ്ങൾ ഓത്ത് കേൾക്കും. മടുക്കുണ്ടോ? കേട്ടിട്ട് സഹോദരങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കാനല്ലേ തോന്നുന്നത്. കൂടുതൽ കേൾക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഇമാമിങ്ങൾക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. എന്തൊരു സൗന്ദര്യമാണ് ആ ഓത്തിന്. എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഒരു സംഗതി, ഒരു ഭംഗി ഖുർആന് സ്വന്തമാണ്. വേറൊന്നിനുമില്ല. എത്ര അധികം കേട്ടാലും മടുപ്പ് വരൂല. കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷമൊക്കെ ഓരോ വർഷവും ഹറമിൽ മാത്രം റമളാനിലെത്തുന്ന കുറെ അതിഥികളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ലീവ് എടുത്ത് കുടുംബസമേത ഹറമിൽ വരും. എന്തിന്? 30 ജുസും ഖുർആൻ ഇമാമിൽ നിന്ന് കേട്ട് നിസ്കാരത്തിൽ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. വല്ലാത്തൊരു സന്ദർഭമാണ്. അവിടെ ഇങ്ങനെ നിസ്കരിക്കുമ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അറബി 90 വയസ്സായി. ഞാൻ വിചാരിച്ച അറബി വർക്കത്തിന് രണ്ടൊക്കെ നിസ്കരിച്ചു പോകും. ഒരു ജുസ് ഓതുന്ന ഇമാമിന്റെ ഓത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് റുക്കുവിൽ ഇങ്ങനെ നിൽക്കണത്, എങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ? ആ രൂപത്തിലായിട്ടുണ്ട് പ്രായം. വടി ഒരു കയ്യിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഖിയാമിൽ നിൽക്കാൻ. ഈ സുജൂദിലേക്ക് പോകുമ്പോ ഈ വടി ഇങ്ങനെ താഴെ വെക്കും. സുജൂദിൽ എണീക്കുമ്പോ ഈ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് വീണ്ടും എഴുന്നേൽക്കും. അപ്പൊ അറബിയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാ പോരെ? അപ്പൊ അദ്ദേഹം പറയുന്നത്, വീട്ടിൽ നിസ്കരിക്കാൻ ഈ ഓത്ത് ഇങ്ങനെ കേൾക്കാൻ കഴിയൂലല്ലോ. നമ്മൾ ഓതി നിസ്കരിക്കല്ല, ഈ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്തുനിന്ന് ഒരു ജുസ് കേട്ടിട്ട് തറാവീഹ് നിസ്കരിക്കാൻ 30 ജുസും അങ്ങനെ കേട്ട് പൂർത്തിയാക്കാൻ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഒഴുകുന്നത്. പബ്ലിസിറ്റി ചെയ്ത് വിളിച്ചു വരുത്താ ആണോ? ഇത്ര കൊല്ലം ഹറമിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പൊയ്ക്കൊളി കേൾക്കാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്ര ആൾക്കാർ, സിറിയയിൽ നിന്ന് ഇത്ര ആൾക്കാർ, അങ്ങനെ ഉണ്ടാവുക? ഖുർആനിന്റെ വിസ്മയമാണത്. എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഒരു ശ്രുതി അല്ലാഹു ഖുർആനിന് സ്വന്തം നൽകി. എന്തൊരു സൗന്ദര്യമാണ്!
40 ഖാരികൾ ഒരുമിച്ച് ഖുർആനോത്ത് നടത്തിയാൽ എത്ര ഭംഗിയാണ് അതിന്. അത്ര ഭംഗിയുള്ള ഒരു അവതരണം ലോകത്ത് മറ്റൊന്നിനും അല്ലാഹു നൽകിയിട്ടില്ല, ഖുർആനിനു മാത്രമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനോത്ത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബിമാരുണ്ട്. അവരെ ഓത്തിന്റെ ഭംഗി അത്രമാത്രം വലിയ ഭംഗിയാണ്. കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിക്കാൻ നബി തങ്ങൾ പറഞ്ഞു, എന്റെ കാലശേഷം 6 സ്വഹാബിമാരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണം. ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞൊരു മഹാനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നല്ല ഖാരിആണ്. ഓതിയാൽ ആൾക്കാർ എത്ര നേരവും നിന്ന് ഓത്തങ്ങ് കേട്ടോളൂ, അർത്ഥം അറിയണ്ട. ഓത്തങ്ങനെ കേൾക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. ആ ഉബയ്യ് ഇബ്നു കഅബിനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ റമദാനിൽ തറാവീഹിന് ഇമാമാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. സാധാരണ ജമാഅത്തിലൊക്കെ ഖലീഫയാണ് ഇമാമത്ത് നിൽക്കല്. തറാവീഹിന് ഇമാമാക്കി നിർത്തിയത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്താ കാരണം? മഹാനവർകൾ അത്രയും നല്ലൊരു ഖാരിആണ്. എത്ര ഓതി കേട്ടാലും ഓത്തിനൊരു മടുപ്പ് വരൂല. വിശുദ്ധ ഖുർആൻ ധാരാളം കേൾക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് പഠിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. ശാസ്ത്ര ലോകത്തോട് ഖുർആൻ ശബ്ദിക്കുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. കണ്ടെത്താൻ കഴിയുമോ സഹോദരങ്ങളെ? ഖുർആൻ പറയുന്നുണ്ട്, ശാസ്ത്രലോകം കണ്ടെത്തട്ടെ, എവിടെയാണെന്ന് എണ്ണി പഠിപ്പിച്ച് പറഞ്ഞു തരട്ടെ. അവസാന നാൾ അടുക്കുന്ന സമയത്ത് അതാ ദാബത്തുൽ അർള് എന്ന വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു ജീവി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമാണ്. ഭൂമിയിലേക്ക് വരാനുണ്ട്. ജനങ്ങളോട് സംവദിക്കുന്ന ഒരു ജീവിയാണ്. ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ദാബത്തുൽ അർള് വരാനുണ്ട്. ഒന്ന് അന്വേഷിച്ച് പറയുമോ എവിടെയാണ്? കൃത്യമായിട്ട് എന്നാ വരിക എന്ന് പറയാൻ പറ്റുമോ? അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ. ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചില്ല, മനുഷ്യർ ഉറച്ച് വിശ്വസിച്ചില്ല. മുഅ്മിനെയും മുഅ്മിനല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു ജീവിയാണ് ദാബത്തുൽ അർള്. ഒരു നാട്ടിലെത്തിയാൽ അതിന്റെ കൈകൊണ്ട് മുഅ്മിനായ മനുഷ്യന്റെ നെറ്റിയുടെ ഭാഗത്ത് മൂക്കിന്റെ ഭാഗത്തൊന്ന് വരച്ചാൽ അവന്റെ മുഖത്തൊരു പ്രത്യേക പ്രഭ രൂപപ്പെട്ടു വരും. ഇന്നലെ വരെ മുഅ്മിനിന്റെ റോളിൽ കഴിഞ്ഞവർ ഒരു പക്ഷേ അന്ന് കാഫിറായി വിധി എഴുതപ്പെടും. അന്ന് വരെ പലരും തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകൾ മുഅ്മിനായിട്ട് രൂപപ്പെട്ടു വരും. ശരിക്ക് അടയാളം പറ്റുന്ന, അറിയാൻ പറ്റുന്ന അടയാളം ദാബത്തുൽ അർള് നൽകുന്നു. ജനങ്ങളെല്ലാവരും പേടിക്കുന്ന, ഒരൊറ്റ ഉപകരണത്തിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയാത്ത മഹാശക്തികളായ യജൂജ് മഅജൂജ് ലോകത്ത് വരാനുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അവര് ലോകത്ത് പുറപ്പെടുമ്പോ അന്ന് ലോകത്ത് നിയന്ത്രിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മസീഹ് ഈസാ അലൈഹിസ്സലാം ഈ യജൂജ് മഅജൂജിനെ പറ്റി അല്ലാഹുവിനോട് പരാതി പറയുമ്പോ റബ്ബ് തആല പറയുന്നത്, ഈസാ നബിയേ, നിങ്ങളെ കൊണ്ട് അവരെ തകർക്കാൻ കഴിയൂല, ജനങ്ങളെ കൊണ്ട് തകർക്കാൻ കഴിയൂല, ഒരൊറ്റ ഉപകരണം കൊണ്ടും നശിപ്പിക്കാൻ കഴിയൂല, ഒരു പീരങ്കിക്ക് അവര് വഴങ്ങൂല, ഒരു ബോംബ് അവരെ പൊട്ടിക്കാൻ കഴിയൂല. ബോംബ് അവരെ കാണുമ്പോഴേക്ക് ബോംബുള്ള ആളൊക്കെ ഉള്ളിലേക്ക് ഒളിഞ്ഞു പോകും. അത്രമാത്രം ആജാനുബാഹുക്കളായ ഒരു വലിയ സമൂഹം ലോകത്ത് പുറപ്പെടാനുണ്ട്. നിങ്ങളും വിശ്വാസികളും ഹറമിൽ കൂടിക്കോളൂ, അഭയം പ്രാപിച്ചോളൂ. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു തആല തന്നെ നേരിട്ട് അവരെ നശിപ്പിക്കാന്നല്ലാതെ ലോകത്തൊരു ഉപകരണത്തിനും അവരെ തടുക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കഴിവിന് പരിമിതിയില്ലേ? എത്ര ഉപകരണങ്ങളും എത്ര യന്ത്രങ്ങളും പുതുതായി ഇങ്ങനെ യന്ത്രവൽകൃത ലോകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിവ് കുറവാ. ഈ ഭീമാകാരന്മാരായ മനുഷ്യന്മാർ ലോകത്തേക്ക് പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തടുത്തു നിർത്താൻ കഴിയൂല, അവരൊന്നും ചെയ്യാൻ കഴിയൂല.
അവർ പ്രവേശിക്കാത്ത ഭാഗത്തേക്ക് മുഅ്മിനീങ്ങൾ പോയി കൂടുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. മക്കത്തെ ഹറമിലേക്ക് പ്രവേശിക്കൂല, മദീനത്തെ ഹറമിലേക്ക് പ്രവേശിക്കൂല, ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവേശിക്കൂല, തൂർ സീനാ പർവ്വതത്തിലേക്ക് പ്രവേശിക്കൂല. ബാക്കി ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഒരൊറ്റ കായികനികൾ ഉണ്ടാകൂല. കാണുന്നിടത്തൊരു മനുഷ്യന്മാരുണ്ടാവില്ല. ഒരു മനുഷ്യനെങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിച്ചിട്ട് 2-3 ആൾക്കാർ പീസാക്കി. അവർക്ക് ഭക്ഷണം തികയാതിരിക്കുമ്പോ ഓരോ വർഷവും കടലിൽ നിന്ന് വലിയ വലിയ തിമിംഗലങ്ങൾ അല്ലാഹു തആല കരക്ക് അടുപ്പിച്ചു കൊടുക്കുക എന്നാണ് ചരിത്രത്തിലുള്ളത്. അത് കഴിച്ചിട്ടാണ് അവർക്ക് വിശപ്പൊക്കെ അകറ്റുന്നത്. ഇനി അഥവാ അത് കിട്ടാൻ നേരം വൈകിയാല് അവരെ കൂട്ടത്തിൽ ഒരാൾക്ക് അല്ലാഹു തആല ആയുസ് കൊടുത്തിരിക്കുന്നത് 1000 കൊല്ലമാണ്. 1000 കൊല്ലം. അപ്പൊ ഏകദേശം 1 കൊല്ലം 2 കൊല്ലൊക്കെ കണക്കാക്കി നിൽക്കുന്ന ആളുണ്ടാവുമല്ലോ. 999 കണക്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. 999 ആയ ആളെ നിനക്ക് ഏതായാലും 1 കൊല്ലേ ഉള്ളൂ, ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യാന്ന് പറഞ്ഞാൽ അയാളെ പീസാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. ഇത്തരത്തിൽ നരഭോജികളായ ഒരു വിഭാഗം ലോകത്ത് താമസിക്കുന്നുണ്ട്. അവർ ലോകത്ത് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ ഓതിയില്ലേ, സൂറത്തുൽ കഹ്ഫിൽ ഓതിയില്ലേ, ആ വിഷയങ്ങളൊക്കെ വെച്ച് ഓതിയില്ലേ. ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശം വിതക്കുന്ന 2 ടീം, യഅജൂജ് മഅജൂജ്. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാമിന്റെ 3 മക്കളിൽ യാഫിസ് എന്ന മക്കളുടെ മകന്റെ സന്താന പരമ്പരയിൽ വന്ന വിഭാഗമാണ് ഇവർ. അവർ ലോകത്തിന്റെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത്. حتى إذا جاء وعد ربي جعله دكاء وكان وعد ربي حقا. റബ്ബിന്റെ വാഗ്ദാനം ലോകത്ത് പുലരാനാകുന്ന സമയമാകുമ്പോ അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മറയും ഭിത്തിയുമൊക്കെ തകർത്ത് തരിപ്പണമാക്കി അവർ പുറത്തേക്ക് വരും. ആ വഅദ്, റബ്ബിന്റെ ആ വാഗ്ദത്തം അത് നടക്കാതിരിക്കൂല. വകാന വഅദു റബ്ബി ഹഖാ, കൃത്യമായിട്ട് നടക്കും. അതിന് മുമ്പുള്ള അടയാളങ്ങളൊക്കെ കുറെ കാണാനുണ്ട്, ലോകത്ത് വരാനുണ്ട്. അവരങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലേക്കും ഹൈ സ്പീഡിൽ അവര് പോകും. ഖുർആൻ പറഞ്ഞത് എല്ലാ വഴികളിലൂടെ, ഒരു വഴിയാക്കാനൊന്നുമില്ല. ഒരു വഴിയിലൂടെ അവരങ്ങ് നടക്കാൻ തീരുമാനിച്ചിട്ടെങ്കിൽ തടയാനൊന്നും പറ്റൂല. അവരിൽ ആദ്യ വിഭാഗം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ട് ജലാശയങ്ങളിലൊക്കെ കുടിച്ച് വെള്ളം തീർക്കുമ്പോ രണ്ടാമത്തെ വിഭാഗം വന്നിട്ട് പറയും, ഇവിടെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, ചെറിയ നനവ് കാണുന്നുണ്ടല്ലോ. അവരാദ്യം കുടിച്ചു പോയി. രണ്ടാമത് വരുന്ന ടീമിന് കുടിക്കാൻ വെള്ളമല്ല, ഏത് സമുദ്രത്തിലെ വെള്ളമാണ് ഈ പറയുന്നത്. ആ രൂപത്തിൽ വെള്ളങ്ങളൊക്കെ കുടിച്ചു തീർക്കുന്ന ഒരു വൻ സമൂഹം എല്ലാ ഭാഗങ്ങളിലൂടെ നുഴഞ്ഞു കയറ്റം നടത്തും. തടയാൻ കഴിയൂല. അവരുടെ അക്രമം ആ രൂപത്തിൽ ശക്തിയാർജിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യരെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല തൊടുത്തു വിടുന്നത് എന്താണെന്നറിയോ? ചെറിയ ചെറിയ അണുക്കളയാണ്. ആ അണുക്കൾ വന്നിവരെ പെരടിയുടെ ഭാഗത്തൊന്ന് ചെറിയ നിലക്കൊന്ന് കുത്തുമ്പോഴേക്ക് അവര് തായോട്ട് വീണു പോകുന്നു, ചരമമടഞ്ഞു പോകുന്നു, എണീക്കാൻ പറ്റാതെയാകുന്നു. ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഇവരെങ്ങനെ നീണ്ട നീണ്ട വലിയ പനകൾ വലിച്ചിട്ടതുപോലെ വലിയ ഭീമാകാരന്മാരായ മനുഷ്യന്മാര് നീണ്ട കിടക്കുകയാണ്. അവരെ ശരീരത്തെ ഭൂമിയിൽ നിന്നൊന്ന് മറക്കുന്നതിന് വേണ്ടി പക്ഷികളും മറ്റുമൊക്കെ കൊത്തി വലിച്ചു തിന്നാലും തീരാത്ത ഭാഗങ്ങളില്ലേ, വലിയ മഴ അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ആ മഴയിൽ ഇവരെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മുഴുവനും ഒലിപ്പിച്ച് പല ഭാഗങ്ങളിലേക്കും മറച്ചു വെക്കുന്നു. അങ്ങനെയാണ് ഭൂമിയെ അല്ലാഹു തആല ക്ലീൻ ചെയ്യുന്നത്. ഇരിക്കട്ടെ, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വിശുദ്ധ ഖുർആൻ ശാസ്ത്രലോകത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് പാരത്രിക ലോകമുണ്ട്. ശാസ്ത്രം പറയുന്നു ലോകം ഇവിടെ അവസാനിക്കുകയാണ്, തീരുകയാണെന്ന്. അല്പജ്ഞാനികൾ പറയുമ്പോ അല്ല അല്ല, ലോകത്തിന് മറ്റൊരു ലോകമുണ്ട്. എന്താണ് അടയാളം? ഓരോ വർഷവും അല്ലാഹു അതിന് അടയാളം നൽകുന്നുണ്ട്. എന്താണ്? അല്ലാഹു തആല പരലോക
പരലോകത്തിന് അടയാളമായി പഠിപ്പിച്ചത്. മഴയല്ലേ അല്ലാഹു തആല കൊടുത്തത്. ഒരു പുല്ലും മുളക്കാത്ത സ്ഥലത്ത് മഴ വർഷിപ്പിച്ചുകൊണ്ട് പുല്ല് മുളപ്പിക്കുന്നതാരാണ്? കായ്ക്കനികൾ തരുന്നതാരാണ്? ധാന്യങ്ങൾ തരുന്നതാരാണ്? യഥേഷ്ടം ആ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ പത്രങ്ങളിലൂടെ എഴുത്ത് വരും, ഈ വർഷം ജനങ്ങൾ വരൾച്ചയിലാകും, ഭക്ഷ്യധാന്യങ്ങളൊക്കെ കുറഞ്ഞു പോകും. ലോകത്ത് മഴ പെയ്യാത്ത ഒരു കാലം വരുമോ? വരും. മഴ പെയ്യാത്ത 3 കൊല്ലം തുടരെ വരും. എപ്പോഴാണിത് വരുന്നത്? ആ 3 കൊല്ലത്തിന്റെ ശേഷമാണ് മസീഹുദ് ദജ്ജാൽ ലോകത്ത് ആഗമനം ചെയ്യുന്നത്. അവൻ വരുന്നതിന്റെ മുമ്പ് 3 കൊല്ലം ഒരൊറ്റ തുള്ളി വെള്ളം പോലും തായോട്ട് പതിക്കൂല. അത്ര ജനങ്ങൾ വരൾച്ചയിലും ബുദ്ധിമുട്ടിലുമാകുന്ന കാലം ലോകത്ത് വേറെ ഇല്ല. എവിടെയും ധാന്യങ്ങൾ കാണാൻ കഴിയൂല, പച്ചക്കറികൾ കാണാൻ കഴിയൂല. വളരെയധികം വിഷമിച്ചുകൊണ്ട് ആളുകൾ ഉള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കുമ്പോ പഴയൊരവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുമ്പോ, വെള്ളത്തിന് വേണ്ടി അത്രയും ആഗ്രഹിച്ചു നിൽക്കുമ്പോ, വെള്ളം ഞാൻ തന്നാൽ നിങ്ങൾ എന്നെ റബ്ബായി അംഗീകരിക്കുമോ എന്ന് പറയുമ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവനെ വിശ്വസിക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരലോകത്തിന്റെ അടയാളമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തുൽഉൻ നദീദ്. നല്ല അനുഗ്രഹീതമായ മഴ വർഷിപ്പിച്ചിട്ട് മറ്റൊരാൾ നനച്ചാൽ പോലും ലഭിക്കാത്ത രൂപത്തില് കായ്ക്കനികൾ നമ്മൾ നൽകുന്നില്ലേ? പഴവർഗ്ഗങ്ങൾ നൽകുന്നില്ലേ? പച്ചക്കറികൾ നൽകുന്നില്ലേ? ഇതൊക്കെ മനുഷ്യന് ചിന്തിച്ചുകൂടെ? എന്നിട്ട് അല്ലാഹു പറയുന്നു, വഹ്യൈനാ ബിഹി ബൽദത്തം മൈതാ. നിർജീവമായി കിടക്കുന്ന ഭൂമിയെ സജീവമാക്കുന്നത് ഈ വെള്ളം കൊണ്ടാണ്. കദാലിക്കൽ ഖുറൂജ്. കുടിമാടങ്ങളിൽ നിന്ന് ആളുകൾ ആഖിറത്തിൽ പുറത്തേക്ക് വരുന്നത് ഇതേ രൂപത്തിലാ. രണ്ടാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടക്കൊരു 40 കൊല്ലമുണ്ടല്ലോ. ആ 40 കൊല്ലത്തില് റബ്ബ് സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നുണ്ട്. വലിയ മഴയല്ല. ഭൂമി ലോകത്താരും കുടിക്കാനെന്ന് ഭൂമി ലോകത്താരുമില്ല. ഒരു ജീവിയുമില്ല, ഒരു മരവുമില്ല, ഒരു കല്ലുമില്ല. എല്ലാം അല്ലാഹു നിരപ്പാക്കി വെച്ചിരിക്കുകയല്ലേ. അകത്ത് കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒരു ചാറ്റിൽ മഴ വർഷിക്കും. അത് ഭൂമിയുടെ എല്ലാ പ്രതലങ്ങളിലും എത്തും. ആദ്യ ഭാഗം ഘട്ടം ഘട്ടമായി ഓരോ ഭാഗത്തും അത് വർഷിക്കും. കദാലിക്കൽ ഖുറൂജ്. ഈ സസ്യലതാദികൾ മുളപ്പിക്കും പോലെ, കായ്ക്കനികൾ പുറത്തു കൊണ്ടുവരും പോലെ, മനുഷ്യന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളും ഭാഗങ്ങളും ഭൂമിയുടെ ഏത് ഭാഗത്ത് ചേർന്നിട്ടുണ്ടോ, ഏത് മണ്ണിലേക്ക് കൂടിയിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടാനും ഒന്ന് സജീവമാക്കാനും ഒന്ന് പുറത്തു കൊണ്ടുവരാനും ഇപ്പൊ പെയ്യിപ്പിക്കുന്നത് പോലെ മഴ വർഷിപ്പിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോ നിഷേധിക്കാൻ കഴിയൂല. നഗ്നനേത്രങ്ങളെ കൊണ്ട് മനുഷ്യൻ കാണുന്നു നിർജീവമായി കിടക്കുന്ന ഭൂമി സജീവമാകുന്നത്. എങ്കിൽ ആ ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു തആല സന്നിവേശിപ്പിച്ചിരിക്കുന്ന മനുഷ്യ ശരീരങ്ങളെ, ജീവജാലങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് അതേ രൂപഭാവം സ്വീകരിക്കുമ്പോ കൊണ്ടുവരാൻ കഴിയുമെന്നത് നിഷ്പ്രയാസം ചെറിയ ബുദ്ധി കൊണ്ട് പഠിക്കാം, മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് തരട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ബഹുമാനം സ്വീകരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ ആയത്തിന് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. അതിന്റെ ബഹുമാനം വിശദീകരിച്ചാൽ തീരൂ? ഞാൻ ബർക്കത്തിന് വേണ്ടി ചെറിയ സംഭവം പറഞ്ഞ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. സമയമായല്ലോ ഉസ്താദേ. സമയം ഒരുപാടുണ്ടെന്നാ കരുതി. ഇപ്പൊ നോക്കുമ്പോ സമയം കഴിഞ്ഞു. 10:50. അതെ, അതിന്റെ ഇടയ്ക്കൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ അല്ലേ? ഞാനിപ്പോ വരുമ്പോ തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. ശബ്ദം കേട്ട് പരിചയം ഞാളെ നേരിൽ കണ്ടാലേ തിരിയുള്ളൂ. അദ്ദേഹം വലിയൊരു പ്രയാസം പറഞ്ഞു.
അത് നിങ്ങളെ മുന്നിൽ പറയാണ് രണ്ട് കാര്യത്തിൽ. ഒന്ന്, ആ പ്രയാസം പരിഹരിക്കാനുള്ള നല്ല സഹായം തരണം. രണ്ടാമത് അയാൾക്കും വേണ്ടി ദ്വാരക്കണം. അല്ലാഹു തആല അയാൾക്ക് നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ബറക്കത്തും സലാമത്തും അല്ലാഹു കൊടുക്കട്ടെ. വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്നു ചെറുപ്പക്കാരന്, നല്ല ജോലി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഖത്തറിൽ. പിന്നെ അദ്ദേഹം ഒന്ന് നാട്ടിലേക്ക് വന്നപ്പോ അയാൾ ജോലി പോകുന്ന രീതിയിൽ അറബി അല്ലെങ്കിൽ അയാളെ കഫീല് ലക്ഷക്കണക്കിന് റിയാലിന് അയാളെ ബ്ലോക്ക് ചെയ്തു പോയി. ഒരു ചെക്ക് കേസ് എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ കേസ് ഉണ്ടാക്കി തിരിച്ചങ്ങോട്ട് വരാൻ പറ്റാത്ത രൂപത്തിൽ. അതിന്റെ പിന്നിൽ ആ ഓണർ അല്ലെങ്കിൽ ആ കഫീൽ എടുത്ത ബുദ്ധി എന്താന്ന് വെച്ചാല് ഇയാള് പ്രവർത്തിക്കുന്ന ഹോട്ടല് കട അതൊന്ന് കൈക്കലാക്കലാണ്. അത് 2-3-4 മാസം കൊണ്ട് കൈക്കലാക്കുകയും ചെയ്തു. അങ്ങനെ സാമ്പത്തികമായി വലിയ പരാധീനത അനുഭവിച്ചു. രണ്ടാമതും അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല ജോലി കൊടുത്ത് അദ്ദേഹം ദുബൈയിലേക്ക് പോയി. പിന്നെ ശരീരത്തിന് ക്ഷീണം വന്നു, ഡയാലിസിസ് ചെയ്ത് ബുദ്ധിമുട്ടായി, വളരെ അവശത വന്ന് ഷുഗറും പ്രഷറും ഒക്കെ വർദ്ധിച്ച് ബുദ്ധിമുട്ടായി. ആ ജോലിയും ഒഴിവാക്കി നാട്ടിൽ വന്നു. നേരത്തെയുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് കടം വീട്ടാൻ ആദ്യം ഉണ്ടാക്കിയ പുരയും വാങ്ങിയ പറമ്പും ഒക്കെ വിറ്റ് ഇപ്പൊ അദ്ദേഹം ചെറിയൊരു 3 സെന്റിൽ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട് തേച്ച് റെഡിയാക്കിയിട്ട് അതിന്റെ ഉള്ളില് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. അപ്പൊ ഒരു ഫാന് വെക്കാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല. 3 മക്കളും ഭാര്യയും അദ്ദേഹം അടങ്ങുന്ന കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള കഴിവില്ല. ഒരു മാന്യതയുള്ള ആൾക്കാരാകുമ്പോ എല്ലാവരോടും പോയി ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണല്ലോ എന്ന നിലക്കാണ് പ്രയാസം എന്നെ അറിയിച്ചത്. വളരെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനല്ലേ. അള്ളാഹു അദ്ദേഹത്തിന് നല്ല എളുപ്പം കൊടുക്കട്ടെ, കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, വളർന്നു വരുന്ന ആ മക്കളിലൂടെ അദ്ദേഹത്തിന് അള്ളാഹു തആല പുരോഗതി കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ മാറ്റി റാഹത്തോടെ ഇബാദത്തെടുക്കാനുള്ള ജീവിതം അള്ളാഹു തആല നൽകുമാറാകട്ടെ. നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഖ്യ സംഭാവന, എന്റെ കമ്മീഷനൊന്നും അതില്ല, നേരെ ഡെപ്പോസിറ്റ് അങ്ങോട്ട് ചെയ്തു പോകും. നിങ്ങൾക്കതിന്റെ കൂലി ഡയറക്റ്റ് ആയിട്ട് അല്ലാഹു തആല തരും. മരിച്ചുപോയ ആളുകളിലേക്കും തരും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല ഒരു സംഭാവന എല്ലാവരും തരണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിപാടിക്ക് വേണ്ടിയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ചെയ്യണം. അതൊന്നും മറക്കുന്നില്ല. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വലിയ മഹത്വമുള്ള ആയത്താണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാൻ മറക്കാതെ സൂക്ഷിക്കണം. വെള്ളം കുടിക്കുമ്പോഴും ചൊല്ലാൻ മറക്കാതെ സൂക്ഷിക്കണം. എന്നാൽ ഒരു ഇടങ്ങേറും ഒരു വിഷാംശവും ശരീരത്തിലേക്ക് ഏൽക്കൂല. വലിയ കാവല. വർഷങ്ങളോളം അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന് ഖിദ്മത്ത് എടുത്തിരുന്ന ഒരു അടിമ പെണ്ണ്. ഈ പെണ്ണിനോട് ചിലപ്പോഴൊക്കെ മഹാനവറുകൾ ദേഷ്യം പിടിക്കുമ്പോ ഈ പെണ്ണ് യജമാനനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ഭക്ഷണത്തിലും വെള്ളത്തിലും ഒക്കെ വിഷം കലർത്തിയിട്ട് ഇടക്കിടക്ക് അങ്ങനെ കൊടുക്കും. പക്ഷെ എത്ര കൊടുത്താലും ഒന്നും ഏശാതെ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ അങ്ങനെ എണീറ്റ് നടക്കും. അപ്പൊ ഈ പെണ്ണ് ചിന്തിച്ചു, ഞാൻ ഈ കലർത്തുന്നത് നല്ല A ക്ലാസ് വിഷാണല്ലോ, അത് കലർത്തി കൊടുത്ത വെള്ളം തന്നെയാണല്ലോ മൂപ്പര് കുടിച്ചത്, അത് കലർത്തി കൊടുത്ത ഭക്ഷണം തന്നെയാണല്ലോ കഴിച്ചത്, പക്ഷെ ഒരു മാറ്റമില്ലല്ലോ. ഒരിക്കൽ ചോദിച്ചു, ഇന്നി സഖൈതുക സുമ്മ സമാനൻ തവീലൻ, നീണ്ടകാലം നിങ്ങൾക്ക് ഞാൻ വിഷം കലക്കി തന്നു, പക്ഷേ വഹുവ ലാ യുഅസ്സിറു ഫീക, വിഷാംശം നിങ്ങളിൽ ഫലിക്കുന്നില്ലല്ലോ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ പറയുന്നു, പെണ്ണേ, എനിക്ക് പ്രായം കൂടുതലായത് കൊണ്ട് പെട്ടെന്ന് എന്നെ അങ്ങ് തീർക്കാമെന്ന് നീ വിചാരിച്ചോ? നടക്കൂല. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ വിടാതെ ഞാൻ ചൊല്ലുന്ന പതിവുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ കലക്കി തന്ന വിഷവും ഞാൻ കുടിച്ചപ്പോ ചൊല്ലിയത് അതേ വചനമാണ്. അത്ര വലിയ ബറക്കത്തുള്ള ഒരു വചനം വേറെ ഇല്ലല്ലോ. ഖുർആനിൽ ആവർത്തിച്ച് വന്നത് ബിസ്മിയല്ലേ. എത്രമാത്രം വലിയ ബഹുമാനം അതിനുണ്ട്. നീ എത്ര വിഷാംശങ്ങൾ കലക്കി തന്നാലും, അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ തന്നാലും ഒരിക്കലും എന്നെ തളർത്താൻ നിനക്ക് കഴിയൂല. നിനക്കെന്റെ പക്കൽ നിന്ന് പോയി കിട്ടണം, അതല്ലേ വേണ്ടത്. നിന്നെ ഞാൻ മോചിപ്പിച്ചു, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം. വിഷം തന്നിട്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. കാരണം
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വലിയൊരു കാവലാണ്. അള്ളാഹുവിന്റെ അസ്മാ ചൊല്ലിയിട്ടല്ലേ ഒരു മനുഷ്യൻ തുടങ്ങുന്നത്. അത്ര വലിയ കാവലുള്ള ദിക്റില്ലല്ലോ. പക്ഷേ മറക്കാതെ സൂക്ഷിക്കാനാണ് കഴിവ് വേണ്ടത്. മറക്കാതെ ചൊല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വലിയ ബറക്കത്തുള്ളൊരു വചനമാണ്. ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ.